ഒന്നാമത്തെ കാര്യം ഫ്രീലാൻസർ ആണെങ്കിലും നമ്മൾ എംപ്ലോയി ആണെങ്കിലും ആരാണെങ്കിലും ഏൽപ്പിക്കുന്ന ആളും ഏൽപ്പിക്കപ്പെടുന്ന ആളും തമ്മിൽ ഒരു എഗ്രിമെന്റ് വേണം. എഗ്രിമെന്റിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യണം. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അടുത്തൊരു 48 hours നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ചിലത് അർജന്റായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അവരിങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ബിസിയാണ്, ഇപ്പോൾ എനിക്ക് വർക്ക് തരാൻ ലേറ്റ് ആവും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ട് ഭാഗത്തേക്ക് നടക്കുക, എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാൻ. നമ്പർ 1. നമ്പർ 2, ഇൻ കേസ് ഇത് വർക്ക് ആവുന്നില്ല, പരീക്ഷ വർക്ക് ആവുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത ഫ്രീലാൻസറെ നോക്കേണ്ടി വരും. അതിന് വേറെ പെനാൽറ്റി കൊണ്ടുവരാനോ ശമ്പളം കട്ടിയാനൊന്നും പറ്റില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ ദേ ആർ ഫ്രീലാൻസർ. ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ടീം വർക്ക് ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വർക്ക് നമ്മൾ കൊടുക്കും, നമ്മൾ അതിന് പ്രത്യേകം ക്ഷമ കാണിക്കുക. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അയാളോട് എങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. ചില വർക്കുകൾ നമുക്ക് ഫ്രീലാൻസർ തന്നെ മതി എക്കാലത്ത്. എപ്പോഴും നമുക്ക് ആ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ throughout this journey you have to actually communicate and make sure that people are understanding, and even though they are a freelancer, they are part of your family. ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക.